ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ റെസ്റ്റെല്ലാം എടുത്തതിന് ശേഷം ഞാനും എൻ്റെ കുട്ടികളും മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ക്രൂയിസ് ഷിപ്പിൽ നിന്നും കോള് വന്നത്. ലഞ്ച് ടൈം ആയി പറഞ്ഞിട്ട്. ഇപ്പം ഞാനും എൻ്റെ കുട്ടികളും പാൻട്രിയിലേക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ക്രൂയിസ് ഷിപ്പിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ ലാസ്റ്റ് വീക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ഒരു ചെറിയ ഭാഗം ടൈം ലാപ്സ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതൊരു അടിപൊളി വീഡിയോ ആയിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ പോയി നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ള ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ചാനലിൻ്റെ വിജയം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇപ്പം ഞാനും എൻ്റെ കുട്ടികളും നടന്നെത്തുന്നത് മെയിൻ ലോബിയിലോട്ടാണ്. ഇവിടുന്ന് സ്റ്റെപ്പ് കയറി വേണം മുകളിൽ പാൻട്രിയിലേക്ക് പോകാൻ. ഇപ്പം ഞങ്ങളിതാ ലോബിയിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇപ്പം ഞങ്ങളിതാ ഇവിടുന്ന് മുകളിൽ കയറിയിട്ട് വേണം പാൻട്രിയിലെത്താൻ. വൈഫും കുട്ടികളും മുന്നിൽ നടന്നു പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതാ ഫസ്റ്റ് പാൻട്രിയുടെ അടുത്ത് എത്തിയിരിക്കുന്നു. അവിടെ ഒരു സ്റ്റാഫ് ഇരിപ്പുണ്ട്. അവർക്ക് ഞങ്ങളുടെ ടിക്കറ്റ് കൊടുത്തു. ഞങ്ങൾ എടുത്തിരിക്കുന്ന ടിക്കറ്റ് 2 എക്കണോമിക് ക്ലാസ്സും 4 ബിസിനസ് ക്ലാസ്സും എടുത്തിട്ടുള്ളത്. അത് പ്രകാരം ഇവിടെ ഡിഫറെൻറ്റ് ഫുഡാണ് നൽകുന്നത്. അതിനൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എക്കണോമിക് ക്ലാസ്സിന് വേറെ ഫുഡും ബിസിനസ് ക്ലാസ്സിന് വേറെ ഫുഡുള്ളത്. ഇതിനായിട്ട് 2 പാൻട്രി വരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടിക്കറ്റ് കൊടുത്തതിന് ശേഷം ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത് എക്കണോമിക് ക്ലാസ് ഇവിടെ നിന്ന് ഫുഡ് കിട്ടും. ഈ കാണുന്ന കൗണ്ടറിൽ നിന്നാണ് എക്കണോമിക് ക്ലാസ്സിൻ്റെ ഫുഡ് കിട്ടൽ. അങ്ങനെ ഞങ്ങൾ എക്കണോമിക് ക്ലാസ്സിൻ്റെ കൗണ്ടറിൽ നിന്നും ഫുഡ് കളക്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാഫിനോട് അന്വേഷിച്ചപ്പോൾ അവിടെ ഫിഷ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ചിക്കൻ അഡോബോ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൂടാതെ വെജിറ്റബിൾ ആൻഡ് റൈസ് ആണ്. അതെല്ലാം ഞങ്ങൾ വാങ്ങിയതിന് ശേഷം ബിസിനസ് ക്ലാസ്സിൻ്റെ പാൻട്രിയിലോട്ട് പോവുകയാണ് ഞങ്ങൾ. സ്ഥലത്താണ് എക്കണോമിക് ക്ലാസ്സിന്റെ ഫുഡ് കൊടുക്കുന്നത്. ഇനി ഞങ്ങളെ ഫുഡ് കൊടുക്കുന്ന സ്ഥലം എവിടെയാണ് ബിസിനസ് ക്ലാസ് ഉള്ളത്. അവിടെ എന്തൊക്കെയായിരുന്നു പോയി നോക്കട്ടെ. ഈ കാണുന്നതാണ് ബിസിനസ് ക്ലാസ്സിന്റെ ഫുഡ് കോർട്ട്. ഇവിടെ സ്റ്റാഫ് ഉണ്ട്. നമുക്ക് അവിടെ പോയി കളക്ട് ചെയ്യേണ്ട. നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാഫ് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് തരും. അങ്ങനെ ഇരിക്കെ ഞാൻ ഷിപ്പിന്റെ വിൻഡോയിലൂടെ പുറത്തോട്ട് നോക്കിയപ്പോഴാണ് ഒരു ദ്വീപ് കാണുന്നത് അങ്ങകലെ. അതുപോലെ ഒരുപാട് ദ്വീപുകൾ ഇവിടെ ഫിലിപ്പീൻസിലുണ്ട് കേട്ടോ. ഏകദേശം 7000-8000 ദ്വീപുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഫുഡ് കോർട്ടിലെ സ്റ്റാഫ് ഇതാ സൂപ്പ് കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ റയാൻ അതാ സൂപ്പ് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സൂപ്പ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ വൈഫിന് ഒരു സ്പൂണ് കിട്ടിയിട്ടില്ല. അപ്പോൾ സ്റ്റാഫ് കൊടുന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ സ്റ്റാഫ് ഇതാ സ്പൂണ് കൊടുന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ സൂപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് എങ്ങനെയുണ്ടെന്ന്. പിന്നെ സൂപ്പ് വലിയ കുഴപ്പമൊന്നുമില്ല. അതിൽ സ്പൈസി കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാർക്ക് സ്പൈസി ഇല്ലെങ്കിൽ അത്രക്കായിട്ട് ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഈ സൂപ്പിനുണ്ട്. അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റാഫ് വന്നിട്ട് ഷിപ്പിൻ്റെ ടിക്കറ്റ് ചോദിച്ചു. അതിൽ എന്തൊക്കെയോ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവർ നമുക്ക് ഏത് ഫുഡാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അവൈലബിൾ ആയിട്ട് ചിക്കനും ബീഫും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചിക്കൻ അഡോബോയും ബീഫ് അഡോബോയാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് കൂടെ റൈസും സലാഡും ഉണ്ട്. അങ്ങനെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഐസ് ടീയുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പം അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. റിഹാനും വൈഫിൻ്റെ സിസ്റ്ററും ഓപ്പോസിറ്റ് ആ സൈഡിലിരിക്കുന്നത് കാണാം. അപ്പോൾ അവരവിടെ ഇരിക്കുന്നത്. റിഹാൻ അതിൻ്റെ അടുക്ക് വന്നിട്ട് സൂപ്പ് എല്ലാം വന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഒരു സ്റ്റാഫ് വന്നിട്ട് ഞങ്ങൾക്ക് ഐസ് ടീ എല്ലാം തന്നു. ഇവിടെ എവിടെയും പോയാലും ഏത് റെസ്റ്റോറൻറ്റ് പോയാലും അവൈലബിൾ ആയി ഐസ് ടീ. ഐസ് ടീ ഇവിടെ ഒരു കോമൺ ഡ്രിങ്ക് ആയിട്ട് ഞാൻ കണ്ടത് എല്ലായിടത്തും. ഇപ്പം റയാൻ അത് ഐസ് ടീ കുടിക്കുന്നുണ്ട്.
അങ്ങനെ ഫൈനലി ഇതാ ഫുഡ് കോർട്ടിലെ സ്റ്റാഫ് ഞങ്ങളെ ഫുഡുമായി വന്നു. ഞങ്ങളെ ഫുഡ് ഇതാ 4 പേർക്കുള്ള ഫുഡാണ്. 2 പേർക്കുള്ളത് ഞാൻ പറഞ്ഞല്ലോ എക്കണോമിക് ക്ലാസ്സിലാണ് ഉള്ളത്. അതവിടെ റിഹാൻ അവിടെ കഴിക്കുന്നുണ്ട് സിസ്റ്ററും പാടെ. അപ്പൊ ഇതാണ് ഞങ്ങളെ ഫുഡ്. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്, ഇനി ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഫുഡ് ഒന്നും പാടെ കാണിച്ചു തരാം എന്തൊക്കെയാന്നുള്ളത്. അപ്പൊ ഈ കാണുന്ന ഫുഡാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഒരു റൈസും ഉണ്ട്, അതുകൂടാതെ ബീഫ് അഡോബ ഉണ്ട്, അതുകൂടാതെ കുറച്ച് സലാഡ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അതിന് കൂടെ ഐസ് ടീ ആട്ടോ. ഈ ഇരിക്കുന്ന ഐസ് ടീ ആണ്. ഇവിടെ എവിടെ പോയാലും ഐസ് ടീ ആണ് അവൈലബിൾ ഡ്രിങ്ക്സ് ആയിട്ട്. അപ്പൊ ഇനി എല്ലാം ഭക്ഷണം കഴിച്ചതിന് ശേഷം അപ്പൊ ഞങ്ങൾ ഇതാ ഫാസ്റ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കണം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ ഫുഡ് കോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതാ ഞങ്ങളിതാ മെയിൻ ലോബിയിൽ എത്തിയിരിക്കുന്നു. അങ്ങനെ മെയിൻ ലോബിയിൽ നിന്നും സ്റ്റെയർ കയറി മുകളിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അവിടെ സേഫ്റ്റി നിർദ്ദേശം തരുന്ന ഒരു ചാർട്ടുണ്ട്. അതുപോലെ തന്നെ എമർജൻസി എസ്കേപ്പ് റൂട്ട് പ്ലാനും ലൈഫ് സേവിങ് എസ്കേപ്പ് റൂട്ട് പ്ലാനും ഫയർ കൺട്രോൾ പ്ലാനും ഒക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് സേഫ്റ്റി നിർദ്ദേശങ്ങളായിട്ട്. പിന്നെ ഈ ഷിപ്പിൽ വരുന്നത് 4 തരം ടിക്കറ്റ് പാക്കേജ് റൂമുകളാണുള്ളത്. അതിൽ ഫസ്റ്റ് വരുന്നത് മെഗാ വാല്യൂ പാക്കാണ്, രണ്ടാമത് വരുന്നത് ടൂറിസ്റ്റ് ക്ലാസ് ആണ്, മൂന്നാമത് വരുന്നത് ബിസിനസ് ക്ലാസ് റൂമാണ്, നാലാമത് വരുന്നത് സ്റ്റേറ്റ് റൂമാണ്. അപ്പൊ ആദ്യം നിങ്ങൾക്ക് സ്റ്റേറ്റ് റൂം കാണിച്ചു തരാം. അപ്പൊ ഈ കാണുന്ന ഇതാണ് സ്റ്റേറ്റ് റൂം. ഇതിൽ 2 ബെഡാണ് വരുന്നത്. അതിൽ അതേമാതിരി സോഫ സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ബിസിനസ് ക്ലാസ് കാണിച്ചു തരാം. അത് ഞങ്ങൾ എടുത്തത് ബിസിനസ് ക്ലാസ് ആണ്. ഇതിങ്ങനെ വരുന്നത്, അത് 4 പേർക്കാണുള്ളത്. ഡബിൾ ടക്കറാണ് ബെഡ് വരുന്നത്. ഞാൻ ടൂറിസ്റ്റ് ക്ലാസ് കാണിച്ചു തരാം. ടൂറിസ്റ്റ് ക്ലാസ്സിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ടൂറിസ്റ്റ് ക്ലാസ് 4 ഉണ്ട്, ടൂറിസ്റ്റ് ക്ലാസ് 6 ഉണ്ട്, അതുപോലെ തന്നെ ടൂറിസ്റ്റ് ക്ലാസ് 8 ഉണ്ട്, അതുകൂടാതെ ടൂറിസ്റ്റ് ക്ലാസ് 16 ഉണ്ട്. ഇതൊക്കെ ബെഡിന്റെ കണക്കുകളാട്ടോ. ബെഡിന്റെ കണക്ക് എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് ക്ലാസ് 4 എന്ന് പറഞ്ഞാൽ 4 ബെഡ് ഉണ്ടാവും, ടൂറിസ്റ്റ് ക്ലാസ് 6 എന്ന് പറഞ്ഞാൽ 6 ബെഡ് ഉണ്ടാവും. ഇതിനനുസരിച്ച് വാല്യൂലും ഡിഫറൻസ് ഉണ്ട് പ്രൈസിന്. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ്, അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ടൂറിസ്റ്റ് ക്ലാസ് 16ന്റെ ഒരു റൂം ഓപ്പൺ ആയി കിടക്കുന്നുണ്ട്. എല്ലാവരും എനിക്ക് തോന്നുന്നു ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയതാന്ന് തോന്നുന്നു. അപ്പൊ അവിടെ പാസഞ്ചർ ഒന്നും കണ്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറിയതാണ്. അപ്പൊ കയറി നോക്കുമ്പോൾ ലാസ്റ്റിലെ ഒരു ബെഡിൽ ഒരാള് അവിടെ കിടപ്പുണ്ട്. അങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ ടൂറിസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഉള്ളത് നോക്കാം. ഇവിടെ ടൂറിസ്റ്റ് ക്ലാസ് 1 to 37 വരെ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ടൊന്ന് കയറി നോക്കാം. ഞാൻ അങ്ങോട്ടേക്ക് ഒന്ന് കയറി പോയി നോക്കുകയാണ്. ഈ ടൂറിസ്റ്റ് ക്ലാസ് ഏരിയയിൽ മെയിൻ പാസിംഗ് ഏരിയന്ന് ഉള്ളോട്ട് മാറിയിട്ടാണ് റൂമുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ ഡോറും ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, എല്ലാം ലോക്കാണ്. അപ്പം അതിനടുക്കാണ് വിൻഡോയിലൂടെ ഞാൻ സീ കാണുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ലഞ്ച് കഴിക്കുമ്പോൾ ഒരു ദ്വീപ് കണ്ടിരുന്നു. അതെല്ലാം കടന്ന് ഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ പോകുന്നത് മെഗാ വാലി റൂം കാണാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങളെയും കാണിച്ചു തരാം. ഇപ്പം എൻ്റെ കൂടെ എൻ്റെ വൈഫിൻ്റെ സിസ്റ്റർ ഉണ്ട്. ഇപ്പം ഞങ്ങൾ 2 ടിക്കറ്റ് മെഗാ വാലിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടായിരുന്നു. ഈ കാണുന്ന മെഗാ വാലി റൂം, ഇവിടെ ഒരുപാട് ബെഡുകളുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 30 ബെഡുകളുണ്ട് 2 റൂമുകളായിട്ട്. ഇവിടെ ഒരുപാട് ആളുകൾ ഇവിടെ റെസ്റ്റ് എടുക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ ബിസിനസ് ക്ലാസ്സിൽ 4 ബെഡ് മാത്രമാണ് അവൈലബിൾ ഉള്ളത്. അതുകൊണ്ട് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത് പ്രകാരം ഞങ്ങൾ 2 മെഗാ വാല്യൂ ടിക്കറ്റ് പാട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് വെച്ചാൽ നിങ്ങൾക്ക് 6 പേർക്ക് ബിസിനസ് ക്ലാസ് റൂമിൽ നിൽക്കാനും പറ്റും എന്ന് പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ മെഗാ വാല്യൂയിൽ എടുത്ത 2 ടിക്കറ്റിന്റെ ബെഡ് ഇവിടെ ഫ്രീ ആയി കിടപ്പുണ്ടാവും. അങ്ങനെ ഫൈനലി ഞങ്ങൾ ബുക്ക് ചെയ്ത ടിക്കറ്റിന്റെ ബെഡ് കണ്ടെത്തി. 31ഉം 30 ആണ്. ഈ കാണുന്നതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത ബെഡ്. ഞങ്ങൾ യൂസ് ചെയ്യുന്നില്ല. ഇവിടെ ഓൾറെഡി പാസഞ്ചേഴ്സ് അവിടെ ബാഗ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഈവനിങ് ടൈം 5:30 മണിയായിരിക്കുന്നു. ഇപ്പം ഞാനും റയാനും പാടെ റയാൻക്ക് ജ്യൂസ് വാങ്ങാൻ വേണ്ടിയിട്ട് മിനി മാർക്കറ്റിലോട്ട് വന്നതാണ്. Just give you the money. Yeah.
50 here. 50. Okay. Nice is there. This is 10. 160, right? Okay. Just give it to her. Thank you. Take that one. Take that one. Thank you. Yeah. This is the receipt. Let's go. Thank you. അങ്ങനെ ഞാനും റൈഹാനും മിനി മാർക്കറ്റിൽ നിന്ന് ചോക്ലേറ്റ് ഷേക്ക് എല്ലാം വാങ്ങിയിട്ട് മുകളിലെ കോഫി ഷോപ്പിലോട്ട് പോവാണ്. എനിക്ക് ചെറുങ്ങനെ വിശക്കുന്നുണ്ട്. അവിടെ നിന്ന് സ്നാക്സോ അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസോ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുകളിലോട്ട് കയറിയിട്ട് പോവുകയാണ്. അങ്ങനെ കോഫി ഷോപ്പിൽ നിന്ന് ബ്രെഡ് സാൻഡ്വിച്ചും ഫ്രഞ്ച് ഫ്രൈസും ഓർഡർ ചെയ്തിട്ട് ഞാനും റയാനും ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറെ നേരത്തെ വെയിറ്റിന് ശേഷം ചിക്കൻ സാൻഡ്വിച്ചും ഫ്രഞ്ച് ഫ്രൈസും കിട്ടുന്നുണ്ട്. ചോക്കിയുടെ ജ്യൂസാണ് വേണ്ടത്. ജ്യൂസ് എല്ലാം മിൽക്ക് ഷേക്ക്, ചോക്ലേറ്റ് മിൽക്ക് ഷേക്കാണ് അതാണ് വാങ്ങിയിട്ടുള്ളത്. ചോക്കിയുടെ ഷേക്ക് മാത്രമാണ് ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക്. ഞങ്ങൾ ഇവിടുന്ന് ഷെയർ ചെയ്ത് കഴിക്കാൻ പോവാണ്. അങ്ങനെ റിഹാനും റാഹിലും വന്നിട്ടുണ്ടായില്ല. അവർ ഉറങ്ങുകയായിരുന്നു. അപ്പം ഞങ്ങൾ അവർക്കുള്ള ജ്യൂസും ഫ്രഞ്ച് ഫ്രൈസും മിച്ചം വെച്ചിട്ട് ഞങ്ങളിതാ റൂമിലോട്ട് തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ റൂമിൽ പോയിട്ട് അവരെ വിളിക്കണം. എന്നിട്ട് അവർക്ക് ഫ്രഞ്ച് ഫ്രൈസും ജ്യൂസും കൊടുക്കണം. അങ്ങനെ ഇതാ ഞങ്ങൾ റൂമിലോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇതാ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കോർട്ടിലെത്തിയിരിക്കുന്നു. ഫസ്റ്റ് തന്നെ ഞങ്ങൾ മെഗാ വാലിൻ്റെ ബാക്കിലുള്ള ഡിന്നർ മൈലാണ് വാങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റിഹാനും വൈഫിൻ്റെ സിസ്റ്ററും അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ റിഹാനും സിസ്റ്ററും ഇതാ ഫുഡെല്ലാം വാങ്ങിയിട്ട് ഞങ്ങളിതാ ബിസിനസ് ക്ലാസിൻ്റെ ഫുഡ് കോർട്ടിലോട്ട് പോവുകയാണ്. അവിടെയാണ് ഞങ്ങൾക്കുള്ള ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. What's soup that one? Ano soup yan, miss? Mushroom. Okay. Thank you. Mushroom. Salamat. അങ്ങനെ ഞങ്ങൾക്ക് ഫാസ്റ്റ് സ്റ്റാർട്ടപ്പ് ആയിട്ട് ഞങ്ങൾക്ക് ഇതാ മഷ്റൂം സൂപ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ റിഹാനത അവിടെ സൂപ്പെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്കുള്ള ബീഫും ഫിഷ് ഫില്ലറ്റും അതേമാതിരി ചിക്കനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എത്തിയിരിക്കുന്നു. ഈ പ്രാവശ്യം ഐസ് ടീ അല്ല, ഓറഞ്ച് ജ്യൂസാണ് ഉള്ളത്. ഇപ്പം ഞങ്ങൾക്ക് ഇതാ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇതൊക്കെയാണ് ഞങ്ങളെ ഫുഡുകൾ. പിന്നെയെല്ലാം ഫുഡ് കഴിച്ചിട്ട് നല്ല റൂമിൽ പോയിട്ട് കിടന്നിറങ്ങണം. One piece for life. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് അവിടെ ഹാളിൽ കാരോക്കെ സിസ്റ്റം എല്ലാം ഓൺ ആക്കിയിട്ട് സിംഗർ ഇംഗ്ലീഷ് സോങ് സിംഗ് ചെയ്യുന്നത് കാണാം. ഞങ്ങൾ കുറച്ചു നേരമൊക്കെ അവിടെ നോക്കിയിരുന്നു. കോപ്പിറൈറ്റ് കാരണമാണ് ഞാൻ ഈ സൗണ്ട് കേൾപ്പിക്കാനായത്. അതിമനോഹരമായിരുന്നു ഗാനങ്ങളെല്ലാം. അങ്ങനെ ഞങ്ങൾ ഇതാ റൂമിലോട്ട് തിരിച്ചു പോവുകയാണ്. ഇനി റൂമിൽ പോയിട്ട് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങണം. ഇനി ഞങ്ങൾ രാവിലെ ഉറങ്ങി നീക്കുമ്പോൾ ഏകദേശം ഞങ്ങളുടെ ഷിപ്പ് മനിലയിൽ എത്തിയിട്ടുണ്ടായിരിക്കും. ഇനി പുതുതായി വരുന്ന എല്ലാ വീഡിയോയും മനിലയുടേതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുകൂടാതെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെക്കും എല്ലാവർക്കും ബൈ.